അപ്പം അദ്ദേഹത്തിന് വല്ലാത്ത പശ്ചാത്താപം തോന്നുന്നുണ്ട്. എത്ര ആളുകളെയാണ് കൊലപാതകം ചെയ്തത്, എത്ര ആളുകളിൽ നിന്നാണ് തട്ടിപ്പറിച്ചത്, എത്ര ദിക്കിൽ നിന്നാണ് മോഷണം നടത്തിയത്, താൻ ഇത്രയും വലിയ പാപിയായി തീർന്നൂലോ എന്ന് അദ്ദേഹത്തിന് വലിയ ദുഃഖം. അനുതാപോ മഹാനാസിൽ എന്തെന്നില്ലാത്ത പശ്ചാത്താപം തോന്നി. പോരാ, കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ഒക്കെ എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സഹസ്രനാമം ജപിക്കാൻ പഠിപ്പിച്ചതാണ്, പല കീർത്തനങ്ങളും പാടാൻ പഠിപ്പിച്ചതാണ്. അന്ന് അവരെ ഏൽപ്പിച്ചതാണ്, ഞങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തലയ്ക്ക് ഇരുന്നു കൊണ്ട് ഈ സഹസ്രനാമം ജപിക്കണം, ഈ കീർത്തനം പാടണം എന്നൊക്കെ. ആ അച്ഛൻ എപ്പോൾ മരിച്ചു, അമ്മ എവിടെ കിടന്ന് മരിച്ചു, ഒന്നും അറിഞ്ഞുകൂടാ. കഷ്ടേ, ഇങ്ങനെ അച്ഛനെ നോക്കാത്ത അമ്മയെ നോക്കാത്ത ഒരു പാപിയായി തീർന്നല്ലോ ഞാൻ. ഇതങ്ങോട്ട് ഓർത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകി തുടങ്ങി. കുറച്ചു നേരം കരയ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത്രയൊക്കെ പാപം ഞാൻ ചെയ്തിട്ടും മകനെ വിളിക്കുക എന്ന ഭാവത്തിൽ നാമാക്ഷരം ഒന്നങ്ങോട്ട് ഉച്ചരിച്ചപ്പോഴേക്കും താൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുല്ലോ. അപ്പം ഇനി ഭക്തിയോടുകൂടി നാമം ജപിച്ചാലത്തെ സ്ഥിതി എന്താവും? ഭക്തിയോടുകൂടി അദ്ദേഹം ജപിക്കാൻ തുടങ്ങി. നാരായണ 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 നാരായണ. കുറച്ചു നേരം ഭക്തിയോടുകൂടി നാമം ജപിച്ചു. ഭഗവാന്റെ കാരുണ്യത്തിനെ പറ്റിയാണ് പിന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. എത്ര പാപം ചെയ്തു ഞാൻ, എന്നിട്ടും ഭഗവാൻ എന്നെ രക്ഷിച്ചില്ലേ. അപ്പോൾ എത്ര വലുതാവണം ഭഗവാന്റെ കരുണ, അതിനെക്കുറിച്ചാണ് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് വീണ്ടും പശ്ചാത്താപം വന്നു തുടങ്ങി. ഒരു പെങ്കിടാവിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് വന്നതാണ്, നമുക്ക് ഒരുമിച്ച് ധർമ്മം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പിന്നെ ആ പത്നിയുടെ സ്ഥിതി എന്താ ഒന്നും അറിഞ്ഞുകൂടാ. അച്ഛനെ നോക്കിയില്ല, അമ്മയെ നോക്കിയില്ല, പത്നിയെ നോക്കിയില്ല, ഗൃഹസ്ഥധർമ്മങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിച്ചില്ല, അധർമ്മങ്ങൾ വേണ്ടുവോളം അനുഷ്ഠിക്കുകയും ചെയ്തു. കഷ്ടേ കഷ്ടം, ഇത്രയും നല്ലൊരു ജന്മം കിട്ടിയിട്ട് ഞാനിങ്ങനെ മഹാപാപം ചെയ്ത് ഈ ജന്മം മുഴുവനും പാഴാക്കിയല്ലോ. അത് ഓർത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണിലങ്ങോട്ട് വെള്ളം ഒഴുകി തുടങ്ങി. ഇങ്ങനെ പശ്ചാത്താപത്തോടുകൂടി അദ്ദേഹം കരഞ്ഞു. ഭക്തിയോടുകൂടി അദ്ദേഹം ഭഗവാന്റെ കാരുണ്യാദി ഗുണങ്ങളെ ധ്യാനിച്ചു. ഭഗവാന്റെ തിരുനാമങ്ങൾ ഭക്തിയോടുകൂടി അദ്ദേഹം ജപിച്ചു. ഇങ്ങനെ കുറച്ച് കാലം അവിടെ അങ്ങോട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാപം മുഴുവനും ക്ഷയിച്ചു. പോരാ, പാപം ചെയ്യാനുള്ള വാസനയും കൂടിയും നശിച്ചു. വാസനാക്ഷയത്തിലാണ് ഒരാൾക്ക് മുക്തി. അപ്പോഴേക്കും ഭഗവാന്റെ പാർഷദന്മാർ വിമാനവുമായി അവിടെ വന്നെത്തി. അദ്ദേഹം പാപം ചെയ്ത ആ ശരീരം ഗംഗാനദിയിലേക്ക് വലിച്ചങ്ങെറിഞ്ഞു. ഒരു ദിവ്യ ശരീരത്തോടുകൂടി ആ വിമാനത്തിൽ കയറി ഭഗവാന്റെ ലോകത്തിലും എത്തിച്ചേർന്നു. അതേസമയം ഈ യമദൂതന്മാരോ അവർ യമൻ്റെ മുമ്പിലേക്ക് ചെന്നു. എന്നിട്ട് ഈ ഓലയ്ക്കും കയറും ഒക്കെ അവിടെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ചോദിച്ചു, കരിസന്ദീഹ ശാസ്താരഹെന്ന്, എത്രയുണ്ട് ഭരണാധികാരികൾ? അങ്ങ് പറഞ്ഞു അജാമിളനെ കൊണ്ടുവരണം എന്ന്. ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് ഭാവിച്ചപ്പോൾ വേറെ ചില ആളുകൾ അവിടെ വന്നു. യമൻ അപ്പം ചോദിച്ചു, എന്തൊക്കെയാണ് നടന്നത് എന്ന്. നടന്ന കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു. യമൻ അപ്പം പറഞ്ഞു, ഞാൻ ഇതൊക്കെ നിങ്ങളോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. ഇനിയെങ്കിലും അബദ്ധം പറ്റാതെ കണ്ടിരിക്കണമല്ലോ, എല്ലാവരെയും വിളിച്ചോളൂ. ആ ലോകത്തിലുണ്ടായിരുന്ന യമദൂതന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി യമൻ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരോടുമായിട്ട് സംസാരിച്ചു. ഈ നാമജപത്തിൻ്റെ മാഹാത്മ്യം അറിയാവുന്നവർ ലോകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ, 12 പേരേ ഉള്ളൂ ആകെ. സ്വയംഭൂർനാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മ ബലി വയ്യാസയർ വയം. 12ാമത് എൻ്റെ പേരും കൂടി ചേർത്തിട്ടുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ പറയണു എന്ന് ധരിച്ചാൽ മതി. ഇനി നിങ്ങളാരെങ്കിലും ഒരാളെ കൊണ്ടുവരാനായിട്ട് ഭാവിക്കുമ്പോൾ ആൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് നല്ലോണം ശ്രദ്ധിച്ച് നോക്കണം. എപ്പോഴെങ്കിലും ഒരിക്കൽ നാമം ഒന്നും ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ജിഹ്വാനവക്രി ഭഗവത് ഗുണനാമധേയം. ഈ നാമം ഉച്ചരിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ രൂപം ഇതൊന്ന് സ്മരിച്ചിട്ടുണ്ടോ ആളെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഏതെങ്കിലും സമയത്ത് കൃഷ്ണായ നമഃ എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ആളെ കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കണ്ട. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ചില ആളുകൾ പരോപകാരപ്രദങ്ങളായ കർമ്മങ്ങൾ ധാരാളം ചെയ്യാറുണ്ട്. നിസ്വാർത്ഥമായിട്ട് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ആഹാരം കിട്ടാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക, വെള്ളമില്ലാത്ത ദിക്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക, പിന്നെ ഈ വൈദ്യ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് അവക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ നിസ്വാർത്ഥമായി പരോപകാരപ്രദങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. അവരെയും
കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇനി ചില ആളുകളുണ്ട്, അവനവൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി മാത്രം ജീവിക്കും. അങ്ങനത്തെ ആളുകൾ, താൻ ആ നയത്വം അങ്ങനെയുള്ളവരെ മാത്രം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി എന്ന് യമൻ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ അവിടുന്ന് അങ്ങോട്ട് എണീറ്റു. എന്നിട്ട് ഒരു ചോദ്യം. ഇടയ്ക്കിടയ്ക്ക് നുണയും പറയും, കുറേശ്ശൊക്കെ പരദ്രോഹം ചെയ്യും, കുറേശ്ശൊക്കെ നാമവും ജപിക്കും. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? വെറുതെ വിടണോ എന്നാണ് ഇവരുടെ ചോദ്യം. യമൻ അപ്പം പറഞ്ഞു, സ്യൽപാതകം തദഭിഹന്തി ഉരുഗായവാദ. കുറേശ്ശൊക്കെ പാപം ചെയ്തു, പിന്നെ ധാരാളം നാമം ജപിക്കും, അങ്ങനെയുള്ളവരെ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനത്തെ ആളുകളെ, ഈ നാമം ജപിക്കുന്ന ആളുകളെ, ഭഗവാനെ ഭജിക്കുന്ന ആളുകളെ കയറി ചെന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിവില്ല, നമുക്കതിന് അധികാരവും ഇല്ല. അവരുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും. അപ്പം നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലല്ലോ അജാമിളനെ പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ. മേലിലെങ്കിലും അബദ്ധം പറ്റാതെ കൊണ്ട് നോക്കുക. അന്ന് യമൻ അവരോട് ഈ കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. അന്ന് മുതലൊക്കെ യമദൂതന്മാർ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. മരണം നടക്കുന്ന സമയത്ത് അവരിങ്ങനെ നിരീക്ഷിക്കും, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണത് എന്ന്. മരിക്കാൻ പോണ ആൾ നാമം ജപിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മക്കളോ മരുമക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് നാമം ജപിക്കാം, സഹസ്രനാമം ജപിക്കാം, കീർത്തനങ്ങൾ പാടാം. അങ്ങനെ വല്ലതും നടക്കണമെങ്കിൽ അവിടേക്ക് യമദൂതന്മാർ വരില്ല. മരിക്കാൻ പോണ ആൾ നാമം കീർത്തിച്ചില്ലെങ്കിലും അടുക്കിരിക്കുന്ന ആളുകൾ നാമം കീർത്തിച്ചാൽ മരിക്കാൻ പോണ ആൾക്ക് അത് ശ്രവിക്കാം. കീർത്തനത്തിനേക്കാൾ ഒട്ടും ഫലം കുറയില്ല ശ്രവണത്തിന്. അപ്പോൾ മരണം നടക്കുന്ന ദിക്കിൽ നാമധ്വനി ഉണ്ടെങ്കിൽ യമദൂതന്മാർ അങ്ങോട്ട് വരില്ല എന്നാണല്ലോ അപ്പം ഈ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണമെന്ന് വെച്ചാൽ മരിക്കാൻ പോണ ആളെ യമദൂതന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും വേണം, ജീവിതത്തിൽ അനുവർത്തിക്കുകയും വേണം. മരണം നടക്കുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഈ കശപിശ ആയിട്ടുള്ള വർത്തമാനങ്ങൾ പറയാതെ കണ്ടിരിക്കുക. പറയുകയാണെങ്കിൽ ഭഗവാന്റെ മാഹാത്മ്യം മാത്രം പറയുക. വല്ലതും ഉച്ചരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കുക. ഇനി നിശബ്ദമായിട്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നാലും പോരായൊന്നുമില്ല. ഇതെല്ലാം വിട്ട് നമുക്കൊരു യാത്രയുണ്ട്, അതും ഇടയ്ക്കൊന്ന് ഓർമ്മിക്കണമല്ലോ. ആ യാത്ര ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ കുടുംബത്തിൽ വെച്ചാണോ വഴിയിൽ വെച്ചാണോ ഇതൊന്നും ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല. പോണ സമയത്ത് ഇവിടുന്ന് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും? ഇവിടുന്ന് യാതൊരു സാധനവും കൊണ്ടുപോകാൻ പറ്റില്ല. ബാങ്ക് ബാലൻസ് വല്ലതുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടുത്തെ ചെക്കും ഡ്രാഫ്റ്റും ഒന്നും നരകലോകത്തിൽ എടുക്കില്ല. അപ്പോൾ വിദേശത്തേക്ക് പോകുമ്പോൾ വിദേശ നാണ്യം തന്നെ ശേഖരിക്കണം എന്ന് അർത്ഥം. ഇവിടുന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു യാത്രയാന്ന്. നാട്ടുകാര്, വീട്ടുകാര്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, മക്കള്, മരുമക്കള് എല്ലാവരും വിട്ടുകൊണ്ടുള്ളൊരു യാത്രയാണ്. ശങ്കരാചാര്യ എത്ര ഭംഗിയായിട്ട് പറഞ്ഞു. ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ഹാ കഷ്ടം ഏകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. എല്ലാം വിട്ടുകൊണ്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞാൻ മാത്രം, ആരും സഹായത്തിനുണ്ടാവില്ല. പക്ഷെ രണ്ടുപേരെ പിന്നാലെ കൂടും. ആരാണോ ഈ പിന്നാലെ കൂടുന്നോ? സുഹൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്തം അനുഗച്ഛതി. പരദ്രോഹം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം പിന്നാലെ ഉണ്ടാവും. മറിച്ച് മറ്റുള്ളവർക്ക് വല്ല സഹായവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യവും ബാക്കി ഉണ്ടാവും. ഇതല്ലാതെ മറ്റൊന്നും പിന്നാലെ വരാനുണ്ടാവില്ല. ആത്യന്തിക മുഹൂർത്തത്തിൽ നമ്മെ രക്ഷിക്കാൻ ബന്ധുക്കൾക്കോ ധനത്തിനോ സ്ഥാനമാനങ്ങൾക്കോ സാധിക്കില്ല എന്നർത്ഥം. നാം എന്തു ചെയ്തു അതിൻ്റെ പുണ്യവും പാപവുമാണ് ഒപ്പം ഉണ്ടാവുക. രക്ഷപ്പെടുത്താൻ നമ്മൾ ചെയ്ത നല്ല നല്ല കർമ്മങ്ങളുടെ ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സൗഭാഗ്യവും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും അത്രയും സഹായിക്കണം. വേദവ്യാസ മഹർഷിയുടെ മുദ്രാവാക്യം തന്നെ ഇതാണ്: ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ നാം അങ്ങോട്ട് രക്ഷിക്കണം, എന്നാൽ ധർമ്മം നമ്മെ ഇങ്ങോട്ട് രക്ഷിക്കും. ധർമ്മത്തെ നാം അങ്ങോട്ട് ഹനിച്ചാൽ ധർമ്മം ഇങ്ങോട്ട് ഹനിക്കും. അതുകൊണ്ട് ആവുന്നിടത്തോളം പരസഹായം ചെയ്യാൻ, ആവുന്നിടത്തോളം ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കാൻ, ആവുന്നിടത്തോളം ദീനന്മാരെ സഹായിക്കാൻ സാധിക്കണോ അത്രയും ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. അതിനുള്ള വാസന, അന്യന്മാരെ സഹായിക്കാനുള്ള വാസന, ആ ഒരു സ്വഭാവം, ആ മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കണം. അതിന് ഭഗവാൻ ഗുരുവായൂരപ്പൻ വേണ്ട പോലെ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അടുത്ത കഥയിലേക്ക് കിടക്കാം. നാം ഇപ്പോൾ 6ാമത്തെ സ്കന്ധത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. 6ാമത്തെ സ്കന്ധത്തിൽ എന്താണ് പറഞ്ഞ വിഷയം? ഭഗവാന്റെ പോഷണം എന്ന ലീലയാണത്രേ 6ാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. അപ്പം എന്താണ് പോഷണം എന്ന് പറഞ്ഞാൽ? ഭാഗവത വ്യാഖ്യാതാക്കൾ പറയണു, പോഷണം എന്ന് പറഞ്ഞാൽ അതിലംഘിത മര്യാദ ഭക്തരക്ഷണ ലക്ഷണം, അതാണ് പോഷണം എന്ന്. ഭക്തന്മാർ ചിലപ്പോൾ തെറ്റ് ചെയ്തു എന്ന് വരും. എത്ര തെറ്റ് ചെയ്താലും ഭഗവാൻ അത് പൊറുക്കും. ഇത് ഭഗവാന്റെ കരുണയാണ്. സാധാരണ മനുഷ്യർക്ക് മറ്റുള്ളവരുടെ തെറ്റ് പൊറുക്കാൻ സാധിക്കില്ല. തെറ്റ് ഏതൊക്കെ വിധത്തിൽ പറ്റാം? സങ്കല്പിക്കാൻ പാടില്ലാത്തത് മനസ്സുകൊണ്ട് സങ്കല്പിക്കും, പറയാൻ പാടില്ലാത്തത് പറയും, കാണാൻ പാടില്ലാത്തത് കാണും, കേൾക്കരുതാത്തത് കേൾക്കും, ചെയ്യരുതാത്തത് ചെയ്യും, ചെന്നെത്താൻ പാടില്ലാത്ത സ്ഥലത്ത് ചെന്നെത്തും. ഇങ്ങനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമൊക്കെ മനുഷ്യൻ ആവർത്തിച്ച് തെറ്റ് ചെയ്യും. അങ്ങനെ നിരന്തരം തെറ്റുകൾ ചെയ്യാൻ പ്രേരിതനാണ് മനുഷ്യൻ. ഈ ചെയ്യുന്ന ഓരോ തെറ്റിനും ഭഗവാൻ നമ്മെ അങ്ങോട്ട് ശിക്ഷിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയുണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ്. അപ്പോൾ ഇത്രയെല്ലാം നാം തെറ്റ് ചെയ്തിട്ടും ഭഗവാൻ അതെല്ലാം പൊറുക്കുകയാണ്. അത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം കുറേശ്ശെയൊക്കെ ചെറിയ ശിക്ഷകൾ ഇങ്ങനെ ഭഗവാൻ തരണു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് നന്മ ചെയ്യുക. വല്ലപ്പോഴുമൊക്കെ തെറ്റ് ചെയ്യാൻ പ്രലോഭിതനായി എന്ന് വെച്ചാലും നന്മ ആവർത്തിച്ച് ചെയ്താൽ എന്താ ഗുണം? അതോ അവനൊരിക്കലും ദുർഗതി ഉണ്ടാവില്ല. കുരുക്ഷേത്രത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്, അർജുന നഹി കല്യാണകൾ കശ്ചിൽ ദുർഗതിം താത ഗച്ഛതി എന്ന്. നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി പ്രാപിക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു കണക്കിന് നോക്കുമ്പോഴേ ഇപ്പം ഗംഗാതീരത്ത് ഇരിക്കുന്ന പരീക്ഷിതിൻ്റെ കഥ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഒരു പാപം ചെയ്തില്ലേ? ധ്യാനിച്ച് ഈശ്വരധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിയുടെ തോളത്ത് അദ്ദേഹം ചത്ത പാമ്പിനെ തൂക്കിയിട്ടു എന്നല്ലേ കഥ പറഞ്ഞത്? ഇത് പാപമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം അധപ്പതിക്കാൻ ഭഗവാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി, ഭാഗവതം കേൾക്കണം തോന്നി, ഗംഗാതീരത്ത് വന്നിരുന്നു. ഇങ്ങനെയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ആത്യന്തികമായി അധപ്പതിക്കുക എന്നതുണ്ടാവില്ല. അതുകൊണ്ട് നന്മ ചെയ്യണം നിരന്തരം, ആവർത്തിച്ച്. തെറ്റ് ചിലപ്പോൾ ചെയ്തു പോയി എന്ന് വരാം. അജാമിളൻ്റെ കഥ അസൽ ഉദാഹരണം. അദ്ദേഹം നല്ലൊരാളായിരുന്നു ചെറുപ്പകാലത്ത്. പിന്നെ അരുതാത്ത പ്രവൃത്തികൾ അനവധി ചെയ്തു. എന്നാലും നരകത്തിൽ വീഴാൻ ഭഗവാൻ സമ്മതിക്കേണ്ടായില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിനെ ഭഗവാൻ രക്ഷപ്പെടുത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലെ അനേകം തെറ്റുകൾ ചെയ്ത് ആ തെറ്റുകളിൽ നിന്നെല്ലാം ഭഗവത് കരുണ കൊണ്ട് രക്ഷപ്പെട്ട ചില ആളുകളുടെ കഥകളാണ് ഇന്ന് അങ്ങോട്ട് പറയാൻ പോണത്. അപ്പോൾ ദേവേന്ദ്രൻ്റെ കഥ, ചിത്രകേതുവിൻ്റെ കഥ ഒക്കെ പറയാൻ പോണു. അതിൻ്റെ ആമുഖമായിട്ടാണ് ദക്ഷൻ്റെ കഥ ഇവിടെ അനുസ്മരിച്ചത്. ദക്ഷൻ്റെ പുത്രിമാരാണ് അദിതിയും ദിതിയും. അദിതിയെ വിവാഹം ചെയ്തത് കശ്യപൻ, ദിതിയെ വിവാഹം ചെയ്തതും കശ്യപൻ തന്നെ. അദിതിയുടെ പുത്രന്മാരൊക്കെ ദേവന്മാർ, ദിതിയുടെ പുത്രന്മാരെല്ലാം ദൈത്യന്മാർ, അസുരന്മാർ. എന്നും ദേവന്മാരും അസുരന്മാരും തമ്മിൽ കലഹം. ആ ഒരു ദേവാസുരയുദ്ധ രംഗത്തിലേക്കാണ് ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പോണത്. അതെന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ കാരുണ്യം, പോഷണം എന്ന ലീല എന്ത് എന്ന് സ്പഷ്ടമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ വക കഥകളൊക്കെ പറയാൻ പോണത്. അങ്ങനെ ഇരിക്കെ ഈ ദേവന്മാർക്ക് ഒരു ഘട്ടത്തിൽ ഐശ്വര്യം വന്നു. അതിനെ തുടർന്ന് ദേവേന്ദ്രൻ എന്തൊക്കെ ചെയ്തു എന്ന് ഇനി വർണ്ണിക്കാൻ പോണു. അടുത്ത അധ്യായം മുതൽക്ക് ദേവാസുര യുദ്ധത്തിൻ്റെ ആരംഭമാണ് വർണ്ണിക്കാൻ ഇരിക്കുന്നത്.